അയ്യോ ഇവളാണോ ഇവള് പറയുന്നുണ്ട് ഞാനങ്ങ് പറഞ്ഞു. അത് ഓൾറെഡി പറഞ്ഞു. അല്ല ഞാൻ എനിക്ക് ആദ്യം തന്നെ യു കൊടവേത് യു വലിയ ചെവി അത്രയ്ക്കൊന്നും കൊണ്ടുപോയിരുന്നു. ഫോട്ടോയിലൊക്കെ മനസ്സിലായില്ല കേട്ടോ എന്നാ വീഡിയോയിലോ. അല്ല ഫോട്ടോ അല്ല അത് ആ വൈറ്റ് ഷർട്ട് ഇട്ടില്ല കവർ ചെയ്തിട്ടല്ലേ, അത് മനസ്സിലായില്ല. വലിയ പേരല്ല എന്നാലും പിന്നെ വലിയ ചെവി അതാ ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്തത്. ഇങ്ങനെ നോക്കുമ്പോ വലിയ ചെവിയല്ല, ഇവിടെ സൈഡിൽ നോക്കുമ്പോ, സൈഡ് ആംഗിളിൽ നോക്കുമ്പോ. ശരി, ഒരു സിനിമ നിർമ്മാതാവാണല്ലോ, അപ്പൊ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ എങ്ങനെ നോക്കി കാണുന്നു? അതിന് വളരെ പോസിറ്റീവായിട്ട് ന്യൂട്രൽ ആയിട്ട് ആൻസർ ചെയ്തു. അല്ല അങ്ങനെ പറ്റുള്ളല്ലോ. അത് പോസിറ്റീവ് ആണ് സത്യത്തില്. കാര്യം ഇപ്പൊ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി. പണ്ടൊന്നും ആൾക്കാർ പ്രതികരിക്കുന്നില്ലായിരുന്നു, ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് പ്രതികരിക്കാൻ തുടങ്ങി, ഓപ്പൺ ആയിട്ട് വന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇനി കുറച്ച് എല്ലാവരുടെ സൈഡിൽ നിന്നും ഓക്കെ ഇന്ന ആൾക്കും വികാരമുണ്ട് എന്നുള്ളൊരു സാധനം മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും. അപ്പം അത് പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ എന്തായാലും വിൽസൺ ചേട്ടൻ ഇപ്പം പ്രതീക്ഷിക്കാതിരുന്ന, ഒരിക്കലും വിചാരിക്കാതിരുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പൊ വന്നു, പലതും കാണുന്നു, ഇതേപോലെ കുറെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നു. അതെല്ലാം വളരെ ഒരു ഫുൾ സപ്പോർട്ടോട് കൂടി ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനോടുള്ള ഫുൾ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇനിയും വളരെ ആക്റ്റീവായിട്ട്, പഴയതിനെക്കാട്ടിലും വളരെ ആക്റ്റീവായിട്ട് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഇനി സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാവും അല്ലെ? കുറെ നല്ല സിനിമകൾ. എനിക്ക് നാണമില്ലടി പുളിച്ചി, നിന്റെ പേര് തന്നെ ഇട്ട് പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിടാൻ. ഇവരുടെ അവിടെ പുളിച്ചി എന്ന് പറഞ്ഞാൽ മറ്റേ മലപ്പുറം ഭാഷ പുളിച്ചി എന്ന് പറഞ്ഞ ഈ പൊങ്ങച്ചം കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് പറയും. ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കാണിക്കുമോ സ്വന്തം പേരിടാൻ? ഞാൻ പറഞ്ഞ എനിക്കിപ്പോ അത് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഇട്ടതല്ല. പക്ഷെ ഞാനൊരു പുതിയ ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നതിലും എന്റെ പേരിനകത്ത് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, അത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തതെന്നുള്ളതേ ഉള്ളൂ. അപ്പം അച്ഛൻ പറയും ഓക്കെ ഞാൻ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുമ്പോ എന്റെ വേറെ പേരായിരിക്കും. എന്നിട്ട് ഓരോ സമയത്ത് തന്നെ ഈ പേരെങ്ങനെയുണ്ട് അങ്ങനല്ല, ഞങ്ങൾ ചേർന്ന് തന്നെ ആണോ സാൻഡ്ര തോമസ് പ്രൊഡക്ഷനും ഇന്നയാളും കൂടെ വരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെ ടേസ്റ്റ് ഡിഫറെന്റ് ആണല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടമുള്ള സിനിമ ത്രില്ലർ മൂവി പ്രൊഡക്ഷൻ അവിടെ, റൊമാൻറ്റിക്കും കോമഡി മൂവിയും ഈ പ്രൊഡക്ഷൻ കമ്പനി, അങ്ങനെയായിരിക്കും അല്ലേ? ശരി, എന്തായാലും നല്ല സിനിമകൾ അത് ഏത് ജോണറിലും ഉള്ളതായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ ഇനി നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതും എല്ലാം കല്യാണം റിലേറ്റഡ് ആയിരുന്നു. നിങ്ങളുടെ വളരെ സജീവമായിട്ട് വളരെ വഴക്കിട്ടും പാരവെച്ചും പിണങ്ങിയും ഈ ഇഷ്ടത്തോടെയുമുള്ള 6 വർഷങ്ങൾ ഇപ്പൊ കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളോട് ആരോഗ്യത്തോടെയും ഇതേപോലെ സ്നേഹിച്ചും ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, നിങ്ങളുടെ ലൈഫിൽ നിന്നും, നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവത്തിൽ നിന്നും എന്തൊരു മെസ്സേജാണ് അവർക്ക് കൊടുക്കാനുള്ളത്?